അല്ലാഹു ചില കാര്യങ്ങൾ നിരോധിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട് എന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രദ്ധിക്കണം, ഇത് നിരോധനത്തിന്റെ പൊതുവായ സ്വഭാവം എന്ത് എന്ന മാനദണ്ഡം എന്ത് എന്ന് അല്ലാഹു പറയുന്ന ആയത്താണ്. ഖുൽ ഹബീബായ നബിയേ, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. ഖുൽ ഹബീബായ നബിയേ, അങ്ങ് ജനങ്ങളോട് പറയണം, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, എന്റെ റബ്ബ് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നത് അൽ ഫവാഹിഷ, ഫാഹിഷത്തുകളെയാണ് അല്ലാഹു നിരോധിച്ചിരിക്കുന്നത്. എന്താണ് ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ? കബായിറുദ്ദുനൂബ്, വൻദോഷങ്ങൾ അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ഏതാണ് വൻദോഷങ്ങൾ? ഒന്ന് ശിർക്ക് ചെയ്യുക, മറ്റൊന്ന് വേറെ ഒരാളെ കാരണമില്ലാതെ കൊന്നുകളയുക. കാരണം തന്നെ നമ്മൾ വിചാരിക്കണ കാരണമല്ല, ഓന്നെ കൊഞ്ഞനം കാട്ടിയതുകൊണ്ട് ഞാൻ കൊന്നു എന്ന് പറയാൻ പറ്റൂല. ഇസ്ലാം അനുവദിച്ച ചില കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ കൊണ്ടല്ലാതെ കൊല്ലുക. അതേപോലെ വ്യഭിചരിക്കുക, മദ്യപിക്കുക, മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കുക, അങ്ങനെ കുറെ എണ്ണിയിട്ടുണ്ടല്ലോ. അല്ലാഹു വൻദോഷങ്ങളെല്ലാം അല്ലാഹു നിരോധിച്ചിരിക്കുകയാ, അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. മാ ളഹറ മിൻഹാ വമാ ബതൻ, അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. വൽ ഇസ്മ, ഇസ്മകളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ? അൽ ഖതായ അൽ മുതഅല്ലിക ബിൽ ഫാഇലി നഫ്സ. നല്ല ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയത്തിന്റെ അകക്കാമ്പ് കിടക്കുന്നത് എവിടെയാണ്? എന്തുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ലഹരിയെ നിരോധിച്ചത്? അല്ലാഹു ലഹരിയുടെ എല്ലാ കവാടങ്ങളെയും കൊട്ടിയടിച്ചത് എന്താണ്? സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ വരെ ലഹരി മാഫിയകൾ വിഴുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പത്രങ്ങളിലൂടെ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായല്ലോ. എന്തുകൊണ്ടാണ് അല്ലാഹു ലഹരി പദാർത്ഥങ്ങളെ നിരോധിച്ചത്? യുവതലമുറ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നത് വൻപാപങ്ങൾ ചെയ്യുന്നത് അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല വൽ ഇസ്മ, ഇസ്മിനെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ? അൽ ഖതായ അൽ മുതഅല്ലിക ബിൽ ഫാഇലി നഫ്സ. ഒരാൾ ഒരു ദോഷം ചെയ്താൽ ആ ദോഷത്തു കൊണ്ടുള്ള കേട്, ഉപദ്രവം അത് ചെയ്ത ആളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ദോഷങ്ങളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. വൽ ബഗ്യ, ബഗ്യിനെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ബഗ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖതായ അൽ മുതഅദ്ദിയ ഇലന്നാസ്, തെറ്റൊരാൾ ചെയ്തു, ആ തെറ്റിന്റെ ദുഷ്ഫലം അയാളിൽ മാത്രം നിൽക്കുന്നില്ല, പിന്നെ അത് ജനങ്ങളെ കൂടെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ചെയ്യുന്നവരെ മാത്രം പിടികൂടുന്ന ദോഷങ്ങൾ, അതേപോലെ അയാളെ മാത്രമല്ല സമൂഹത്തെയും അതിന്റെ നാശം പിടികൂടുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിനെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നിരോധിക്കാനുള്ള കാലദണ്ഡമായി അല്ലാഹു പറഞ്ഞത് ചിലത് വൻപാപങ്ങളാണ്, ചിലത് ആ ദോഷം ചെയ്യുന്ന ആളെ തന്നെ ബാധിക്കുന്ന തിന്മകളാണ്. വേറെ ചിലത് അയാളെ മാത്രമല്ല അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെയും ബാധിക്കുന്ന തിന്മകളാണ്. അങ്ങനെയുള്ള എല്ലാ തിന്മകളെയും അല്ലാഹു, ദോഷങ്ങളെയും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കൂ, നിങ്ങൾ അല്ലാഹു പറഞ്ഞത് ചെയ്യുന്ന ആളെ ബാധിക്കുന്ന, അയാളെ മാത്രം ബാധിക്കുന്ന ചില ദോഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങൾ അല്ലാഹു നിരോധിച്ചിട്ടുണ്ട് എന്ന്. ഉദാഹരണം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ കഴിച്ചോളൂ. വഷ്കുറുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തോളൂ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ.
ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, അല്ലാഹു നിങ്ങൾക്ക് ശവങ്ങളെ നിരോധിച്ചിരിക്കുകയാണ്. ചത്തത് കടിച്ചു പോകുന്നുണ്ടോ എന്ന് അറിയാതെ സംശയിച്ചു പോകേണ്ട കാലമാണല്ലോ ഇത്. അല്ലാഹു നിങ്ങൾക്ക് ശവങ്ങളെ ഹറാമാക്കിയിരിക്കുകയാണ്. വദ്ദമ, രക്തവും അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. രക്തം കുടിക്കാൻ പാടില്ല. വലഹമൽ ഖിൻസീർ, പന്നി മാംസത്തെയും അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. പന്നി മാംസം കഴിക്കാൻ പാടില്ല. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ പേരല്ലാതെ മറ്റു വസ്തുക്കളുടെ പേരുച്ചരിച്ച് അറക്കപ്പെട്ടതും നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ, അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ലാതെ അയാളുടെ മുമ്പിലൊന്നുമില്ലാതെയായി കഴിച്ചില്ലെങ്കിൽ അയാൾക്ക് മരണം സംഭവിക്കുമെന്ന അവസ്ഥ വന്നോ, എന്നാൽ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഫലാ ഇസ്മ അലൈ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അയാൾ കുറ്റക്കാരനാവുകയില്ല. അല്ലാത്ത പ്രതിസന്ധിയുള്ള ഘട്ടമല്ല, സാധാരണ രീതിയിൽ അല്ലാഹു ഇത് ഹറാമാക്കിയിരിക്കുകയാണ്. ഒരാൾ ശവം ഭക്ഷിച്ചാൽ അതുകൊണ്ടുള്ള ദോഷം അയാളുടെ ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഒരാൾ രക്തം കുടിച്ചാൽ അതുകൊണ്ടുള്ള ദോഷം അയാളുടെ ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ജനങ്ങളെ അത് ബാധിക്കുന്നില്ല. വലഹമൽ ഖിൻസീർ, പന്നി മാംസം ഒരാൾ കഴിച്ചാൽ അതുകൊണ്ടുള്ള ദോഷം അയാളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, സമൂഹത്തെ ബാധിക്കുന്നില്ല. എന്നാൽ മറ്റു ചില ദോഷങ്ങളുണ്ട്, അതിന്റെ ആഘാതം അയാളിൽ മാത്രമല്ല നിൽക്കുന്നത്, അത് സമൂഹത്തെ കൂടി പിടികൂടുന്ന ആഘാതങ്ങളാണ്. വേറെ ചില ദോഷങ്ങളുണ്ട്, അത് സ്വശരീരത്തെ മാത്രമല്ല സമൂഹത്തെയും, സ്വശരീരത്തെയും സമൂഹത്തെയും രണ്ടിനെയും ബാധിക്കുന്ന ചില ദോഷങ്ങളുണ്ട്. ചിലത് സ്വന്തം ശരീരത്തെ മാത്രം ബാധിക്കുന്ന ദോഷങ്ങളാണ്, ചിലത് സമൂഹത്തെ മാത്രം ബാധിക്കുന്ന ദോഷങ്ങളാണ്. വേറെ ചില ദോഷങ്ങൾ സ്വന്തം ശരീരത്തെയും അത് ബാധിക്കുന്നുണ്ട്, സമൂഹത്തെയും അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളും ചിലതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം എന്തുകൊണ്ടാണ് നിരോധിച്ചത് എന്ന്, ലഹരി പദാർത്ഥങ്ങൾ അല്ലാഹു എന്തുകൊണ്ടാണ് നിരോധിച്ചത് എന്ന് ചർച്ച പ്രസക്തമാകുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു കള്ളടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളെ അല്ലാഹു നിരോധിച്ചത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിന്റെ ആകത്തുക മനസ്സിലാവും നിങ്ങൾ ഈ ഹദീസ് മനസ്സിലാക്കിയാൽ. മഹാനായ ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ മൈസറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാനവർകൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടാണല്ലോ ഉദ്ധരിക്കപ്പെടുന്നത്. അന്നഹു ഖാൽ ലമ്മാ നസല തഹരീമുൽ ഖംറി, കള്ള് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങി. കള്ളിനെ നിരുത്സാഹപ്പെടുത്തിയുള്ള ആദ്യത്തെ ആയത്തിറങ്ങി. ഇറങ്ങിയപ്പോൾ ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയാ, അല്ലാഹുവേ കള്ളിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായൊരു വിശദീകരണം തരണേ അല്ലാഹ്. ശ്രദ്ധിക്കണേ, കള്ള് എന്തുകൊണ്ടാണ് നിരോധിച്ചതെന്നുള്ളതിന്റെ കാരണം മുസ്ലിയാമാര് പറഞ്ഞല്ലേ, ആയത്തിന്റെ വ്യാഖ്യാനം നോക്കിയിട്ടല്ലേ, ആയത്തിന് വ്യാഖ്യാനമായി മുസ്ലിയാക്കന്മാർ പറഞ്ഞല്ലേ, അള്ളാഹ് തന്നെ നേരിട്ട് പറഞ്ഞതാണ്. അതിനൊരു കാരണമുണ്ടായി. ലഹരി വസ്തുക്കൾ നിരോധിക്കാനുള്ള കാരണം എന്ത് എന്ന് അള്ളാഹു തന്നെ നേരിട്ട് പറഞ്ഞു തന്നതാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു പറഞ്ഞപ്പോൾ അത് ചെയ്യണം, എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ലഹരി വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് എന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമാത്രം പഠിച്ചാൽ ലഹരി വരുത്തുന്ന വിനാശങ്ങൾ എന്ത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകും. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കള്ള് നിരോധിച്ചുകൊണ്ട് നിരുത്സാഹപ്പെടുത്തിയുള്ള ആയത്തിറങ്ങുകയാണ്.
അപ്പോഴാ ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ. അല്ലാഹുവേ, കള്ളിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു വിശദീകരണം ഞങ്ങൾക്ക് തരണേ റബ്ബേ എന്ന്. ഫനസലത് ഹാദിഹിൽ ആയ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ദുആ ചെയ്തപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അല്ലദീ ഫിൽ ബഖറ, സൂറത്തുൽ ബഖറയിലുള്ള ഈ ആയത്ത് ഇറങ്ങുന്നത്. എന്താണ് ആയത്ത്? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. ഹബീബായ നബിയേ, കള്ളിനെ കുറിച്ചും ചൂതാട്ടത്തെ കുറിച്ചും ആളുകൾ അങ്ങയോട് ചോദിക്കുന്നുണ്ടല്ലോ നബിയേ. കൊല്ലവരോടങ്ങ് പറയേണ്ടത്, ഫീഹിമാ ഇസ്മുൻ കബീർ, അത് രണ്ടിലും ഭയങ്കരമായ നാശങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. എന്താ നമ്മൾ നേരത്തെ ഇസ്മുകളിൽ അർത്ഥം പറഞ്ഞ്? ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതന വൽ ഇസ്മ. അല്ലാഹു ഇസ്മുകളെ നിരോധിച്ചിരിക്കുകയാണ്, ഹറാമാക്കിയിരിക്കുകയാ. എന്താ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അൽ ഖതായ അൽ മുതഅല്ലിക ബിൽ ഫാഇലി നഫ്സ. ആ തെറ്റു ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ മാത്രം അതിന്റെ പ്രത്യാഘാതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ശരീരത്തെ ബാധിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ചെയ്യുന്ന ആളെ മാത്രം ബാധിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാൻ പറഞ്ഞത്. ഫീഹിമാ ഇസ്മുൻ കബീർ, മദ്യം ഉപയോഗിക്കുന്നതിൽ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശരീരത്തെ ബാധിക്കുന്ന മഹാനാശങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട്. എന്താണ് ആ ഉപകാരം? ഖുർആന പറഞ്ഞ ഉപകാരം. അന്നത്തെ കാലമാണല്ലോ മദ്യ കച്ചവടം പൊടിപൊടിക്കുന്ന കാലമാണ്, നിരോധിക്കുന്നതിന് മുമ്പുള്ള കാലം. അപ്പൊ കച്ചവടം ചെയ്താൽ വൻ ലാഭം ലഭിക്കുന്ന ഒരു മേഖലയാണ്. നിരോധനത്തിന് മുമ്പാണ് ആ പറഞ്ഞത്. പക്ഷേ വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, മദ്യത്തിന്റെയും ലഹരിയുടെയും ഗുണത്തെക്കാൾ ഏറെയും ദോഷമാണ് എന്ന് അല്ലാഹു. അതുകൊണ്ടാണ് ഞാൻ അത് നിരോധിക്കാൻ കാരണം എന്ന് അല്ലാഹു തന്നെ പറഞ്ഞു തരാം. ആൽക്കഹോൾ ചില മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ മെഡിസിന് പഠിച്ചവരോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓരോട് ചോദിച്ചാൽ ഓല് പറഞ്ഞുതരും. ചില മരുന്നുകളിലൊക്കെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താ? ചില രോഗങ്ങൾക്ക് അത് ആവശ്യമാണ്. എന്നാൽ അതുകൊണ്ടുള്ള ഗുണത്തേക്കാൾ ഏറെയും അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിരോധിച്ചത് എന്ന് അല്ലാഹു. ആദ്യം ഇറങ്ങിയ ആയത്ത് ഇതാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ദ്വാരന്നപ്പോൾ ഫദുഇയ ഉമർ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കപ്പെട്ടു. ഫഖുരിഅത അലൈഹി, മഹാനവറുകൾക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടു. ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനവറുകൾ വീണ്ടും അതാ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്. فقال اللهم بين لنا في الخمر بيانا شافيا. അല്ലാഹുവേ, ഈ വിശദീകരണം പോരെ റബ്ബേ, വ്യക്തമായൊരു വിശദീകരണം ഞങ്ങൾക്ക് തരണേ അല്ലാ എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. ഫനസലത് ഹാദിഹിൽ ആയത്തുൽ ലതീ ഫിൻ നിസാ, അപ്പോഴാണ് സൂറത്തുൻ നിസായിലുള്ള ഈ ആയത്ത് ഇറങ്ങുന്നത്. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാഹ വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്താണത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാഹ, നിങ്ങൾ നിസ്കാരത്തോട് അടുക്കരുത്. വഅൻതും സുകാറാ, നിങ്ങൾ ലഹരി പിടിച്ചവരായിരിക്കെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നവരെ. ഇതാണ് രണ്ടാമതായി ഇറങ്ങിയ ആയത്ത്. ഫകാന മുനാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആൾ, ഇഖാമത്ത് വിളിക്കുന്ന ആൾ, അവർ നിസ്കാരത്തിന്റെ സമയമായാൽ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഇദാ അഖാമ നാദാ അലാ ലാ യഖറബന്ന സ്വലാത സക്റാൻ, കള്ളുടിച്ചോലൊന്നും നിസ്കരിക്കാൻ വരരുതേ എന്ന് വിളിച്ചു പറയാറുണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങിയപ്പോ ഫദുഇയ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വരപ്പെട്ടു. ഈ ആയത്ത് മഹാനവറുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് കൈപൊക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ഷാഫിയാ, അല്ലാഹുവേ കള്ളിനെ കുറിച്ച് റബ്ബേ, ലഹരിയെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായൊരു വിശദീകരണം തരണേ റബ്ബേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ തവണയും ദുആ ചെയ്യുകയാണ്. ഫനസലത് ഹാദിഹിൽ ആയത്തുൽ ലതീ ഫിൽ മാഇദ, അപ്പോൾ മാഇദ സൂറത്തിലുള്ള ഈ ആയത്ത് ഇറങ്ങുന്നത്. ശ്രദ്ധിക്കണേ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് മാത്രമല്ല, എന്താണ് ഇതിന്റെ കാരണം എന്ന് മനുഷ്യന്മാര് ചോദിക്കണനുസരിച്ച് അള്ളാഹ് പറഞ്ഞു കൊടുത്തത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതിനനുസരിച്ചാണ് ആയത്തിറങ്ങിയത്. മാഇദ സൂറത്തിലുള്ള ഈ ആയത്തിറങ്ങിയതാണ്. ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ, മദ്യവും ചൂതാട്ടവും, വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടോ അവർ മദ്യവുമായി അടുക്കരുത്, ലഹരിയുമായി അടുക്കരുത്, ചൂതാട്ടം ചെയ്യരുത്, ശകുനം നോക്കരുത് എന്ന് അല്ലാഹു വിളിച്ചു പറയുകയാണ്. അത് പൈശാചികതയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ഇന്നമാ യുരീദു ശൈത്താനു, ഇനി ശ്രദ്ധിക്കണം, പിശാച് ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ, മദ്യത്തിലൂടെ, മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കലാണ് എന്ന് ഖുർആൻ. നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കലാണ് പിശാചിന്റെ ലക്ഷ്യം. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കേണ്ട സമയം, ആ സമയം നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ചിന്തയെ അകറ്റിക്കളയലാണ്. നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ അകറ്റിക്കളയലാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു, ഈ പണി നിങ്ങൾ നിർത്താൻ തയ്യാറുണ്ടോ? ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ ചോദ്യം. എപ്പോഴാ ഒരു കുട്ടി ഉമ്മ പറഞ്ഞൊന്നും കേൾക്കില്ല. അവസാനം ഉണ്ടല്ലോ, ദേഷ്യം പിടിച്ചിട്ട് അടിക്കാൻ പോണതിന്റെ മുമ്പ് പിന്നെ ഞാൻ ആ പറഞ്ഞ ഭാര്യ നിർത്തുണ്ടോ ഇല്ലേ എന്ന് ദേഷ്യം പിടിച്ച് ചോദിക്കുന്ന പോലെ നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടാൻ തയ്യാറുണ്ടോ? നല്ല പോലെ പേടിച്ചോളൂ. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറില്ലേ? ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, നമ്മുടെ റസൂലുള്ളാഹിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളെ അനുസരിപ്പിക്കുക എന്ന ഡ്യൂട്ടി നമ്മുടെ ഹബീബിന്റെ ഡ്യൂട്ടിയല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. ഫദുഇയ ഉമർ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കപ്പെട്ടു. ഫഖുരിഅത അലൈഹി, ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടു. ഫലമ്മാ ബലഗ ഫഹൽ ഹംതും മുൻതഹൂൻ എന്ന ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത് ഇൻതഹൈനാ ഇൻതഹൈനാ, അല്ലാഹുവേ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന്. ഇതാണ് മദ്യം അല്ലാഹു നിരോധിച്ച 3 ഘട്ടമാണിത്. അല്ലാഹുവിനോട്
മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചുമുള്ള വ്യക്തമായ നിലപാട്, വ്യക്തമായ അധ്യാപനം എന്ത് എന്ന് അറിയിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. അതിനനുസരിച്ചാണല്ലോ ആയത്തിറങ്ങിയത്. വിശുദ്ധ ഖുർആൻ മദ്യവും മയക്കുമരുന്നുമെല്ലാം നിരോധിക്കാനുള്ള കാരണം എണ്ണി പറഞ്ഞെടുത്ത് നേരത്തെ അള്ളാഹു പറഞ്ഞല്ലോ. അള്ളാഹു ചില കാര്യങ്ങൾ നിരോധിക്കുന്നത് അതാ ചെയ്യുന്ന ആളെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ബാധിക്കുന്നുണ്ട്. ചിലത് അയാളെ മാത്രമല്ല സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, ചിലത് അയാളെയും സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തിന്മകളാണല്ലോ അള്ളാഹു നിരോധിച്ചത്. എന്നാൽ മദ്യവും മയക്കുമരുന്നും അള്ളാഹു നിരോധിച്ചെടുത്ത് ഈ പറഞ്ഞ 3 പ്രത്യാഘാതങ്ങളുമുണ്ട്. ഏതാണ് ആ 3 പ്രത്യാഘാതം? ഒന്ന്, മദ്യപിക്കുന്ന ആളെ പിടികൂടുന്ന തിന്മകളുണ്ട്. 2, അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മദ്യം കൊണ്ടുള്ള തിന്മകൾ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. 3, സ്വശരീരത്തെയും സമൂഹത്തെയും ബാധിക്കുന്നതോടൊപ്പം ഒരാളുടെ ഉഖറവിയായ ലോകത്തെയും മദ്യം തകർത്ത് കളയുന്നുണ്ട്, ലഹരി വസ്തുക്കൾ തളർത്ത് കളയുന്നുണ്ട്. ഈ 3 ഭാഗത്തെയും പിടികൂടുന്നുണ്ട് മദ്യത്തിലുള്ള വിനാശം. അള്ളാഹുവിന്റെ ഖുർആൻ ഇത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ, മദ്യം വിലക്കുന്ന അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ വിതക്കുന്ന വിനാശങ്ങൾ എന്താണ്? നമ്മൾ ഒന്നാമതായി പറയുന്നത് സ്വന്തം ശരീരത്തെ ബാധിക്കുന്ന നാശങ്ങൾ എന്ത് എന്നാണ്. രണ്ടാമതായി നമ്മൾ പറയുന്നത് സമൂഹത്തെ ബാധിക്കുന്ന നാശമെന്ത് എന്ന. മൂന്നാമതായി നമ്മൾ പറയുക ഇത് ഉപയോഗിക്കുന്ന ആരുടെ ഉഖറവിയായ ലോകത്തെ ബാധിക്കുന്ന നാശങ്ങൾ എന്ത് എന്നാണ്. 3 കൂടി നമ്മൾ പറയും. സമയം കിട്ടിയാൽ 3 പറയാനുള്ള സമയം നമുക്ക് കിട്ടിയാൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ. അല്ലാഹുറഹീമീനായ റബ്ബേ, അത് ഉപയോഗിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ നീ പെടുത്തരുത് അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ശരീരത്തെ ബാധിക്കുന്ന മദ്യം കുടിക്കുന്ന ആളെ, ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളെ എന്തെല്ലാം നാശങ്ങളാണ് ബാധിക്കുന്നത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്. WHO എന്നാണല്ലോ പറയാറുള്ളത്. WHO പഠനമനുസരിച്ച് മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന്, മദ്യവും മയക്കുമരുന്നും ഒരാളുടെ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്നാണ്. തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, ഞരമ്പുകളെ ബാധിക്കുന്നുണ്ട്, രക്തത്തെ ബാധിക്കുന്നുണ്ട്, വയറിനെ ബാധിക്കുന്നുണ്ട്, ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, കരളിനെയും ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാനമായ എല്ലാ അവയവങ്ങളെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പ്രത്യാഘാതങ്ങൾ അവയെല്ലാം ബാധിക്കുന്നുണ്ട് എന്ന് WHO പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഖുർആൻ തന്നെ പറയുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് സുന്ദരമായ രൂപത്തിലാണെന്ന് ഖുർആൻ. സുന്ദരമായ രൂപത്തിലാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഫീ അഹ്സനി തഖ്വീം. മനുഷ്യ ശരീരത്തിന്റെ ഘടന ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലാണ്. ആ ഘടനയെ താറുമാറ് വരുത്തുന്നത് ഹൃദയത്തെ താറുമാറ് വരുത്തി, കരളിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചോ, രക്തത്തെ ബാധിച്ചോ, ശരീരത്തിലെ നാഡി ഞരമ്പുകളെ ബാധിച്ചോ. മദ്യപാനം കൊണ്ട് ഈ പറയുന്ന അവയവങ്ങളെയെല്ലാം തകർത്തിക്കളഞ്ഞാൽ ന്യൂനതയില്ലാതെ അള്ളാഹു സൃഷ്ടിച്ച ശരീരത്തിനാ നമ്മൾ പ്രത്യാഘാതങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മുടെ ശരീരം നമ്മുടേതല്ല. ആണോ? ആണോ? നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥനാരാ? നിങ്ങളെ കയ്യിലുള്ള മൊബൈലിന്റെ ഉടമസ്ഥനാരാ? ഇതിന്റെ കയ്യിലുള്ള മൊബൈലാ. ഇതിന്റെ ഉടമസ്ഥനാരാ? ആരാ? ഞാനാണ്. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാ. എന്നാ ഈ ശരീരം ഇതിന്റെ ഉടമസ്ഥനാരാ? നമ്മളല്ല. ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ റബ്ബാ. ഈ ശരീരം നമ്മുടെ കയ്യിൽ അല്ലാഹു തന്ന അമാനത്താണ്.
അത് വളരെ വിശ്വസ്തമായി കൈകാര്യം ചെയ്യുക എന്ന ചുമതല നമ്മുടേതാണ്. അതുകൊണ്ടാണ് ആരോഗ്യം ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ആരോഗ്യം ശ്രദ്ധിക്കണേ എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കാൻ അനുവദിക്കുകയും ചെയ്യണേ എന്നും കൂടി പറയണം. മനസ്സിലായില്ലേ? ആരോഗ്യം രാത്രി 2 മണിക്ക് കൊണ്ടുപോയിട്ട് നെയ്ച്ചോറും ഇറച്ചും കൂടി തരിക. രാത്രി 2 മണിക്ക് നെയ്ച്ചോറും ഇറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പറയാം ഇത് കഴിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല. രാത്രി 2 മണിക്ക് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കേണ്ട സമയമല്ലേ ഉസ്താദ്? നിങ്ങളെ വിചാരിച്ചുണ്ടാക്കിയ മറ്റേ ഉന്നക്കായിയാണ്, ഒരു 2 നിങ്ങൾ തിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനാവും. പറയാൻ പാടില്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറയാൻ പാടില്ല. ഒരു മനുഷ്യനൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു പരിധി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് കഴിക്കണമെന്ന് പറയാൻ പാടില്ല. അതിൻ്റെ ഭാഗമാണ്. എന്താ ചിരിക്കണേ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ റസൂലുള്ളാഹിനോട് ചോദിക്കാൻ നബി, ലൈലത്തുൽ ഖദർ ഇന്ന് രാത്രിയാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തു കാര്യമാണ് എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ടത്? സലില്ലാഹ അൽ അഫ്വ വൽ ആഫിയ. ആയിഷ, നീ അല്ലാഹുവിനോട് പൊറുത്തു തരാനും ആരോഗ്യം തരാനും ദുആ ചെയ്യണേ. ആരോഗ്യം അത്രമേൽ പ്രധാനമാണ് എന്നർത്ഥം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിഅമതാൻ മഗ്ബൂനൻ ഫീഹിമാ കതീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങൾ. മഗ്ബൂനൻ ഫീഹിമാ കതീറുൻ മിനന്നാസ്. ആ 2 അനുഗ്രഹങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരാണ്. ആ 2 അനുഗ്രഹങ്ങളെ പരിപാലിക്കുന്ന വിഷയത്തിൽ പലരും പരാജയപ്പെട്ടവരാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, 1 അസ്സിഹത്തു ആരോഗ്യമാണ്, 2 വൽ ഫറാഗ് ഒഴിവു സമയമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നത് ആരുടെയും ചുമതലയാണ്. മദ്യപാനമാകട്ടെ ലഹരി ഉപയോഗമാകട്ടെ, അതാദ്യമായി ബാധിക്കുന്നത് അത് ഉപയോഗിക്കുന്ന ആരുടെ ശരീരത്തെയാണ്. ആരാത് പറഞ്ഞത്? ഏതെങ്കിലും മുസ്ലിം കിതാബിൽ എഴുതി വെച്ചല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. മദ്യപാനം ഒരാളുടെ ശരീരത്തെ കാർന്ന് തിന്ന് നശിപ്പിക്കുന്നുവെന്ന് ഖുർആൻ. ഇസ്മ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആരുടെ ശരീരത്തെ പ്രത്യാഘാതങ്ങൾ പിടികൂടുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്ന ശരീരത്തെ? മദ്യപിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശരീരത്തെ പിടികൂടുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്, സ്ഥിരമായി മദ്യപിക്കുന്നവനാണോ അയാളുടെ ഹൃദയത്തെ മദ്യപാനം ദുർബലപ്പെടുത്തുന്നതാണ്. മദ്യപാനം മുഖേന ഹൃദയം ദുർബലമായി പോകുന്നുണ്ട്. മാത്രമല്ല ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറായി പോവുകയും ചെയ്യുന്നുണ്ട്. അത് ദീർഘകാലം ഉപയോഗിക്കണമെന്ന് പോലുമില്ല എന്നാണ് ഇത് ശാസ്ത്രം പറയുന്നത്. ചെറിയ കാലമാണ് ഒരാൾ ലഹരി ഉപയോഗിച്ചതെങ്കിലും ശരി, അയാളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറാകുന്നതാണ്. മാത്രമല്ല കൈകാലുകളിലെ, ഞാൻ വേഗം പറഞ്ഞു പോവേ, ഒരുപാട് സമയം നമ്മൾ സംസാരിക്കില്ല. കാരണം 3 രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും പറയണല്ലോ. ചെറിയ രീതിയിലെങ്കിലും എല്ലാ ഭാഗത്തും എത്തിച്ചേരണമെന്ന് കരുതിയിട്ടാണ്. വൈദ്യശാസ്ത്രം പറയുന്നത്, സ്ഥിരമായി മദ്യപിക്കുന്ന ആരുടെ കൈകാലുകളിലെ രക്തക്കുഴികൾ അമിതമായി വികസിക്കും. ഇത് മുഖേന 2 രീതിയിലുള്ള പ്രത്യാഘാതങ്ങളെയാളെ പിടികൂടുന്നുണ്ട്. 1, അമിതമായ രക്തസമ്മർദ്ദമുണ്ടാകും, പ്രഷർ കൂടും മദ്യപിക്കുന്നവരിൽ. 2, ഹൃദയസ്പന്ദനം ക്രമേണാതീതമായി വർദ്ധിക്കുന്നതാണ്. മദ്യപിക്കുന്ന ഒരാളുടെ ശരീരത്തിലെ ഹൃദയസ്പന്ദനം ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ്. ഇത് മുഖേന 2 അപകടങ്ങൾ ഉണ്ടാകാം. 1, ബോധക്ഷയമുണ്ടാകാം, ഇടയ്ക്കിടെ ബോധക്ഷയമുണ്ടാവുക. 2, സ്ഥിരമായി തലകറക്കമുണ്ടാവുക. 3, മദ്യപിക്കുന്നത് മുഖേന സംഭവിക്കുന്ന മറ്റൊരു തകരാറെന്താ? രക്തത്തിലെ ഇരുമ്പിന്റെ അംശം കുറഞ്ഞു പോകും. രക്തത്തിലെ ഇരുമ്പിന്റെ അംശം കുറഞ്ഞാൽ അനീമിയ എന്ന രോഗം പിടിപെടുന്നതാണ്. മദ്യപാനം കൊണ്ടുണ്ടാകുന്ന 3ാമത്തെ പ്രത്യാഘാതമാണത്.
ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. മദ്യപിക്കുന്ന ആരുടെ ഹൃദയത്തിന്റെ പേശികൾ ദുർബലമായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു പോകുന്നു. അത് മുഖേന ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നത് മുഖേന സംഭവിക്കുന്ന തകരാറുകൾ എന്തൊക്കെയാണ്? സ്ഥിരമായ ക്ഷീണമുണ്ടാകും. 2, ശ്വസന തടസ്സം അനുഭവപ്പെടും. 3, നെഞ്ചുവേദന ഉണ്ടാകും. 4, ബോധക്ഷയമുണ്ടാകും. 5, കൈകാലുകളിലെ പേശികളിൽ ബലക്ഷയമുണ്ടാകും. 6, കൈകാലുകളിൽ നീര് പ്രത്യക്ഷപ്പെടും. സ്ഥിരമായി മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളിൽ ഹൃദയത്തിന്റെ താളഭംഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണിത്.